Hi all, welcome to this session. So we have completed the diode circuits. So in this portion is regarding circuit theory. In this session you will learn how the circuit behaves when you use different components and how those components behave when the current flows through it. Which means sometimes you may need to calculate what is the current or what is the current flowing through a load resistance, or what is the voltage developed across a load resistance. So we have many theorems which can be used to calculate these parameters. അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് സർക്യൂട്ട് തിയറി. So this is a beautiful chapter. If you want to analyze a circuit, you have some sound knowledge in circuit theory. അപ്പോൾ ഇലക്ട്രോണിക്സ് പഠിക്കുമ്പോൾ ഏറ്റവും ആവശ്യമായിട്ട് വരുന്നതും ഈ ഒരു കാര്യം തന്നെയാണ്. So this is the importance of this chapter also. But as you all know, we have many components, like we have active components, we have passive components. അപ്പോൾ ഏത് തരം കമ്പോണൻസ് ഉപയോഗിച്ചാലും അതെങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ പോർഷനിൽ പഠിക്കുന്നത്. സോ വി നീഡ് ടു learn three main theorems. First one is Thevenin's theorem, then Norton's theorem, then maximum power transfer theorem. ഈ മൂന്ന് തിയറമാണ് നമുക്ക് ഈ സർക്യൂട്ട് തിയറിയിൽ പഠിക്കാനുള്ളത്. അതിനു മുന്നേ we have to learn some basic concepts, like what is this electric source. അല്ലേ, സർക്യൂട്ട് തിയറിയിൽ ഞാൻ പറഞ്ഞു നമുക്ക് സർക്യൂട്ട് ബിഹേവ് ചെയ്യുന്നത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ സർക്യൂട്ടിലേക്ക് യു ഹാവ് ടു സപ്ലൈ സം എനർജി, റൈറ്റ്? അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ബാറ്ററിയാണ് നമ്മൾ ആ ഒരു എനർജി ആയിട്ട് ഉപയോഗിക്കുന്നത്, സോഴ്സ് ആയിട്ട്. സോ ഓർ എൽസ് യു ക്യാൻ യൂസ് സം ഓൾട്ടർനേറ്റിംഗ് കറന്റ് സോഴ്സ് ഓൾസോ. സോ വാട്ട് ഈസ് ദിസ് ഇലക്ട്രിക് സോഴ്സ്? സിലബസിൽ two terms, which is voltage source and current source. നിങ്ങൾക്കറിയാം, voltage source will supply voltage and current source will supply current. പക്ഷെ നമ്മൾ ഇന്ന് ലാബിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇലക്ട്രിക് സോഴ്സും ഇറ്റ് ക്യാൻ സപ്ലൈ വോൾട്ടേജ് ആസ് വെൽ ആസ് കറന്റ്. പക്ഷെ സിലബസിൽ പറഞ്ഞത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടായിട്ട് പഠിക്കുന്നു എന്ന് മാത്രം. For that, two terms are there. First one is ideal voltage source, then ideal current. So in this session we are going to learn what are these ideal voltage source and what are ideal current. So the term itself means that it is ideal. So what is ideal voltage source? നിങ്ങൾ അതിനെ ഒരു വാക്കിന്റെ അർത്ഥത്തിലേക്ക് കൊണ്ടുവന്നാൽ the ideal voltage source is a voltage source which needs to supply a constant output voltage at all time. എല്ലാ സമയത്തും ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ത് ചെയ്യാനേ പാടുള്ളൂ, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് തരാൻ പാടുള്ളൂ. ഇഫ് യു ഹാവ് എ ബാറ്ററി, ആ ബാറ്ററിയുടെ വോൾട്ടേജ് 1.5 വോൾട്ടേജ് ആണെന്നിരിക്കട്ടെ. അതൊരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആകണമെന്നുണ്ടെങ്കിൽ എല്ലാ സമയവും 1.5 വോൾട്ടേജ് ആണ്. ഈ എല്ലാ സമയം എന്ന് പറയുന്നത് എന്തായിരിക്കാം, യു ക്യാൻ യൂസ് ഡിഫറെന്റ് ലോഡ്സ്, അല്ലെ? ഈ ലോഡ് എന്ന് പറയുന്ന ടേം ഇറ്റ് ഈസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് ദ സർക്യൂട്ട്. നിങ്ങളൊരു സർക്യൂട്ട് ഉണ്ടാക്കിയിട്ട് ഔട്ട്സൈഡ് എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്നതാണ് ലോഡ്. അതൊരു സ്പീക്കർ ആകാം, ഒരു ബൾബ് ആകാം, നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തും നിങ്ങൾക്ക് എന്തായിട്ട് എടുക്കാം, ലോഡായിട്ട് എടുക്കാം. അപ്പൊ നിങ്ങളൊരു ലോഡ് മാറുന്നതിനനുസരിച്ച്, അപ്പോൾ അതിനനുസരിച്ച് ആരും മാറും, ലോഡിന്റെ റെസിസ്റ്റൻസ് മാറും. ഇഫ് യു ആർ വേരിങ് ദ കമ്പോണൻസ്, അപ്പൊ അതിനനുസരിച്ച് ആര് മാറാൻ പാടില്ല, വോൾട്ടേജ് സോഴ്സിന്റെ വോൾട്ടേജ് മാറാൻ പാടില്ല. ഇത് മാത്രമേ ഇത് അർത്ഥമാക്കുന്നുള്ളൂ. It must supply a constant output voltage irrespective of the load resistance. So first thing you have to understand that this load is external to the circuit. നിങ്ങളുടെ സർക്യൂട്ട് കമ്പോണൻസ് അല്ല ലോഡ് എന്ന് പറയുന്നത്, അത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് വി ക്യാൻ ലേൺ വാട്ട് ഇസ് ദിസ് ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്. ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, there is a source which needs to supply a constant output voltage irrespective of the load resistance. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വി നീഡ് ടു കൺസ്ട്രക്ട് ആൻ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്. നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സിനെ കൺസ്ട്രക്ട് ചെയ്യണം. സോ സപ്പോസ് യു ടേക്ക് എ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് ദിസ് ഇന്റേണൽ റെസിസ്റ്റൻസ്, അല്ലെ? ഒരു വോൾട്ടേജ് സോഴ്സിന് എന്തുണ്ട്, ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ സാധാരണ നിങ്ങൾ എടുക്കുന്ന ലാബിലെ ബാറ്ററി ആണെങ്കിൽ അതിനകത്തുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. അല്ലാതെ നിങ്ങൾ നേരത്തെ പഠിച്ച ഇലക്ട്രോലൈറ്റ് ഒക്കെ ഉപയോഗിച്ചതാണെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് നത്തിങ് ബട്ട് ദി റെസിസ്റ്റൻസ് ഓഫ് ദ ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഒരു സോഴ്സിന് it has its internal resistance. So just consider a power source or just consider a voltage source in series with this internal resistance. അപ്പോൾ നിങ്ങൾ അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വാല്യൂ ഇട്ട് ആ എനർജി സോഴ്സ് സീരീസ് ആയിട്ട് വരയ്ക്കാം. So I am just considering an energy source or voltage source
which is in series with this internal resistance. So this R is internal. So this is a voltage. So this voltage source is in series with its internal resistance R. അപ്പം ഇതാണ് എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വെളിയിൽ കാണുന്ന രണ്ട് ലീഡുകൾ കാണും, ഒരു പോസിറ്റീവും ഒരു ബ്ലാക്കും ഒരു റെഡ് നോബ് കാണും. അതാണ് നിങ്ങൾ ഔട്ട് സൈഡിലേക്ക് കൊടുക്കുന്നത്. ആ രണ്ട് ലീഡാണ് എയും ബി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ വോൾട്ടേജ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് കമ്പോണൻസ് ഒക്കെ കാണും. അതെല്ലാം എന്തോ ആയിക്കോട്ടെ, ജനറേറ്റർ പവർ ഇ ആൻഡ് ഇറ്റ് ഹാസ് ആൻ ഇന്റർണൽ റെസിസ്റ്റൻസ് ആർ ആൻഡ് ഇറ്റ് ഈസ് ഇൻ സീരീസ്. ആ സമയത്ത് എക്കും ബിക്കും, സോ ഈ സമയത്ത് നിങ്ങൾ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ ഒരു ലോഡ് റെസിസ്റ്റൻസ് ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, കണക്ട് ചെയ്തിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത് ലോഡ് എന്ന് പറയുന്ന എക്സ്റ്റേണൽ സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ ഇപ്പോൾ ലോഡ് റെസിസ്റ്റൻസ് ഇല്ല. സോ യു ക്യാൻ എക്സ്പെക്ട് എൻ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ബിറ്റ്വീൻ എ. നിങ്ങളൊരു മൾട്ടിമീറ്റർ എടുത്തുകൊണ്ട് പോയി if you measure what is the voltage across AB, you will get a voltage. What is that? And which is called the open circuit voltage. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് വിളിക്കും. എത്ര കിട്ടും നിങ്ങൾക്ക് ഇവിടെ ഉള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്? It is nothing but the voltage of the source, which is E. അപ്പോൾ E എന്ന് പറയുന്നതാണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. നിങ്ങൾ ഒരു ലോഡ് റെസിസ്റ്റൻസ് കൊടുത്തിട്ടില്ല. ആ സമയത്തുള്ള വോൾട്ടേജ് ആണ് E, and this is the voltage when you connected no load resistance across AB. And what is the internal resistance? Internal resistance is R. Small r ആണ് internal resistance എന്ന് പറയുന്നത്. ഈ സമയം if you connect an external load resistance R between A, നിങ്ങൾ എന്ത് ചെയ്തു? ഒരു external load resistance നിങ്ങൾ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. And you are just now measuring the voltage across R, which is the terminal voltage. ഈ സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? You will get a terminal voltage because now you are just measuring the voltage across this load resistance. നമ്മുടെ ഐഡിയ എന്താണ്? ആ സമയവും ഈ ബി എന്തായിരിക്കണം? ഈ തന്നെ ആയിരിക്കണം. അല്ലാതെ ആറ് മാറുന്നതിനനുസരിച്ച് ബിയുടെ വാല്യൂ എന്ത് ചെയ്യാൻ പാടില്ല? മാറാൻ പാടില്ല. So this is a condition for an ideal voltage source. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് we need to derive the relation ഓഫ് ബി എത്ര ആയിരിക്കും എന്ന റിലേഷനാണ് നമ്മൾ ആദ്യം ഡിറൈവ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ സെഷൻ പഠിപ്പിച്ചപ്പോഴും പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇഫ് യു വാണ്ട് ടു നോ വാട്ട് ഇസ് വോൾട്ടേജ് ആൻഡ് വാട്ട് ഇസ് കറന്റ്, ജസ്റ്റ് യൂസ് ഓംസ് ലോ. ഓംസ് ലോ ഉപയോഗിക്കുക, കറസ്പോണ്ടിങ് വോൾട്ടേജും റെസിസ്റ്റൻസും ഒക്കെ കറണ്ടും ഒക്കെ അതിനനുസരിച്ച് മാറ്റുക. ഫസ്റ്റ് വി നീഡ് ടു നോ വാട്ട് ഇസ് ദ വോൾട്ടേജ് അക്രോസ് ആർ. നമുക്ക് വേണ്ടത് എന്താണ്? വോൾട്ടേജ് അക്രോസ് ആർ ആണ്. സോ ദ വോൾട്ടേജ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കറന്റ് ഇൻടു റെസിസ്റ്റൻസ്. കറണ്ട് ഇൻടു റെസിസ്റ്റൻസ് ആണ് അതിന്റെ ഉത്തരം. പക്ഷെ നിങ്ങൾ ആരെ കണ്ടുപിടിക്കണം? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കറണ്ട് കണ്ടുപിടിക്കണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ വാട്ട് ഇസ് ദ കറന്റ് ഹിയർ? കറന്റ് ഈസ് ദി ടോട്ടൽ കറന്റ് വിച്ച് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട്. ഇവിടെ നിന്നും ഒഴുകുന്ന കറണ്ട്, ടോട്ടൽ കറണ്ട് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ആ കറണ്ട് ഏതിൽ കൂടി ഒഴുകും? ഇന്റേണൽ റെസിസ്റ്റൻസിൽ കൂടി ഒഴുകും. ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ലോഡ് റെസിസ്റ്റൻസിൽ കൂടി ഒഴുകും. സോ ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ കറന്റ്, the formula is simple. It is voltage divided by resistance. അല്ലേ? ഓംസ് ലോ തന്നെയാണ്, വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. പക്ഷേ ഇവിടെ വോൾട്ടേജ് എത്രയാ? വോൾട്ടേജ് എന്ന് പറയുന്നത് സർക്യൂട്ടിന്റെ ടോട്ടൽ വോൾട്ടേജ് which is E divided by resistance എന്ന് പറയുന്നത് സർക്യൂട്ടിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് which is R plus R. So we got the current which flows in the circuit, which is E by R plus R. Just use the Ohm's law. Now you can find out what is the terminal voltage. So terminal voltage V equal to I current into resistance. What is current here? E by R plus R. What is the resistance? You need to find out what is the voltage across R. So you have to substitute this R for the resistance. So the formula to find out the terminal voltage is ER by R plus R. Numerator and denominator divided with capital R. Numerator and denominator capital R കൊണ്ട് ഡിവൈഡ് ചെയ്താൽ you will get E by 1 plus small r by capital. E by 1 plus small r by capital. So here comes an important conclusion. You derived the expression for the terminal voltage. You got the relation as E by 1 plus r by r, which is not equal to E. നമ്മൾ എന്ത് പറഞ്ഞു? ഫോർ എൻ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് വി നീഡ് ടു ഗെറ്റ് ദ റിസൾട്ട് വിച്ച് ഈസ് ഈക്വൽ ടു ഇ. ബി എന്തായിരിക്കണം? ഇ ആയാൽ മാത്രമേ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്. പക്ഷേ ഹിയർ യു വിൽ
you are getting E by 1 plus R by capital R. So depending on the internal resistance or depending on the external resistance, so internal resistance നമുക്ക് മറക്കാം കാരണം അതിലുള്ള, so depending on the capital R we are getting different values for V. So can you suggest some method so that this V must be equal to E? ഇതിൽ എന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ എന്താകണം? വി ഇ ആണ്. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് വി ഈക്വൽ ടു ഇ ബൈ 1 പ്ലസ് സ്മോൾ ആർ ബൈ. നമുക്ക് ക്യാപിറ്റൽ ആറിൽ ഒരു കൺട്രോളും ഇല്ല, ബിക്കോസ് ഇറ്റ് ഇസ് ഔട്ട്സൈഡ് ദി സർക്യൂട്ട് കൺട്രോൾ. അത് എത്ര വേണമെങ്കിലും നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യണം. പക്ഷെ നമുക്കൊരു കൺട്രോൾ ഉണ്ട്, നമ്മൾ എടുക്കുന്ന സോഴ്സിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് നമുക്ക് കൺസിഡർ ചെയ്യാം. So in this expression, if you want to get V equal to E, എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? just put R equal to 0 here. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താക്കിയാൽ മതി? 0 ആക്കിയാൽ what is the expression? E by 1 plus 0 by R. 0 by R it is 0, so it is E by 1 plus 0 which is E. So if you put R equal to 0 here, the condition changes to V equal to E. This is what we require. Terminal voltage എന്തായി? E ആണ്. So if we want to say that the voltage is an ideal voltage source, internal resistance should be 0. Ideally it should be 0. Then only you can say that open circuit voltage becomes equal to the terminal voltage. Or during that time you can say that the voltage remains constant irrespective of the load resistance. So in practical purpose we can say that an ideal voltage source is a voltage source which has zero internal resistance or minimum internal resistance. ഒരു വോൾട്ടേജ് സോഴ്സ് കോൺസ്റ്റന്റ് വോൾട്ടേജ് തരണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എത്ര ആയിരിക്കണം? മിനിമം ആയിരിക്കണം. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി കമ്പയർഡ്, ഇറ്റ് മസ്റ്റ് ബി അപ്രോക്സിമേറ്റ്ലി 0. എങ്കിൽ മാത്രമേ ആ വോൾട്ടേജ് സോഴ്സിന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റൂ? ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയാൻ പറ്റും. സോ ദീസ് ആർ ദ ടു കണ്ടീഷൻസ്. ഫസ്റ്റ് വൺ, സോ ദിസ് ആർ ഡെഫിനിഷൻ, ഇറ്റ് സപ്ലൈസ് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അതിനുള്ള കണ്ടീഷൻ എന്താണ്? ഇഫ് ഇന്റേണൽ റെസിസ്റ്റൻസ് മസ്റ്റ് ബി മിനിമം. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. ഇഫ് യു നിങ്ങൾ ഉപയോഗിക്കുന്ന സെല്ലിന്റെ ഒക്കെ ഇന്റേണൽ റെസിസ്റ്റൻസ് നോക്കിയാൽ ഒന്നും കണക്ട് ചെയ്യാതെ ജസ്റ്റ് മെഷർ ദ റെസിസ്റ്റൻസ്, യു can see that it is of the order 0.01 ohm or 0.1 ohm or 0.2 ohm like that. അങ്ങനെ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഇന്റേണൽ റെസിസ്റ്റൻസ് ഉപയോഗിച്ചാണ് ഒരു സെല്ല് കൺസിഡർ ചെയ്യുന്നത്. അതിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു വോൾട്ടേജ്, കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് സപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ അല്ലാതെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ ഈ പഠിച്ച ക്രിച്ചോസ് വോൾട്ടേജോ നോക്കിയപ്പോൾ ഒരു ഇതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഹൈ ആണെന്നിരിക്കട്ടെ. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഈ എനർജി സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഇതിന്റെ അക്രോസും ഡ്രോപ്പ് ആകണം, ഇതിന്റെ അക്രോസും ഡ്രോപ്പ് ആകണം. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അപ്പൊ ഇവിടുത്തെ റെസിസ്റ്റൻസ് കുറവായാൽ ഡ്രോപ്പ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇഫ് യു ആർ ഗിവിംഗ് 10 വോൾട്ട് ആണ് സോഴ്സ് എങ്കിൽ ഇതൊരു 0.1 ഓം ആണെങ്കിൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ വെരി സ്ലോ, വെരി മിനിമം, 0.01 വോൾട്ട് ലൈക്ക് ദാറ്റ്. ബാക്കി മുഴുവൻ വോൾട്ടേജ് നിങ്ങൾക്ക് എവിടെ കിട്ടിക്കോളും? ആറിനെ ക്രോസ് ആയിട്ട് കിട്ടിക്കോളും. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, ഇഫ് യു ആർ യൂസിങ് എ ലാർജ് ഇന്റേണൽ റെസിസ്റ്റൻസ്, എന്താ സംഭവിക്കുന്നത്? ഈ 10 വോൾട്ടേജിന്റെ ഒരു നല്ലൊരു ഭാഗം ആർക്ക് ക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആയി പോകും? ഇന്റേണൽ റെസിസ്റ്റൻസിനെ ക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആയി പോകും. ബാക്കി മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ? ക്യാപിറ്റൽ ആർ, നിങ്ങളുടെ ലോവർ റെസിസ്റ്റൻസിനെ ക്രോസ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇൻ ദിസ് വേ യു കൻ എക്സ്പ്ലെയിൻ യൂസിങ് ക്രിച്ചോസ് വോൾട്ടേജ് ലോസ്. So for a ideal voltage source, its internal resistance should be minimum. മനസ്സിലായി? Next we can find out what is the conditions for ideal current source. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊക്കെയായിരിക്കും ഐഡിയൽ കറന്റ് സോഴ്സ്. അപ്പോൾ എന്തായിരിക്കും ഐഡിയൽ കറന്റ് സോഴ്സ്? ഇറ്റ് സപ്ലൈ കോൺസ്റ്റന്റ് കറന്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലോഡ് റെസിസ്റ്റൻസ്. നിങ്ങളുടെ ലോഡ് റെസിസ്റ്റൻസിന് അനുസരിച്ച് കറന്റിന്റെ വാല്യൂ മാറാൻ പാടില്ല, അതിന് കോൺസ്റ്റന്റ് കറന്റ് സപ്ലൈ ചെയ്യണം. സോ ഐ എം കൺസിഡറിങ് എ കറന്റ് സോഴ്സ് in parallel to its internal resistance. So here I am taking the internal resistance parallel to the current source. ഈ രീതിയിലാണ് കണക്ഷൻ വരുന്നത്. കറന്റ് സോഴ്സ് ഇൻ പാരലൽ ടു its internal resistance. അപ്പോൾ ഈ കറന്റ് സോഴ്സ് ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ, so these are two terminals A and B and it is short. So you can expect the maximum current. Short circuit current ആണ് maximum current. So നിങ്ങൾക്ക് ഒരു maximum voltage കിട്ടണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആയിരിക്കും, അവിടുത്തെ കറണ്ട് 0 ആയിരിക്കും. നിങ്ങൾക്ക് മാക്സിമം കറണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. എക്കും ബിക്കും ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, യു ക്യാൻ എക്സ്പെക്ട് മാക്സിമം കറണ്ട്. പക്ഷേ വോൾട്ടേജ് ഡ്രോപ്പ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അപ്പം 0 റെസിസ്റ്റൻസ് ആണെങ്കിൽ 0 ഡ്രോപ്പ്, 0 റെസിസ്റ്റൻസ് ആണെങ്കിൽ മാക്സിമം കറണ്ട്. അപ്പോൾ ഇവിടെ മാക്സിമം കറണ്ട് കിട്ടുന്നത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആയിരിക്കുമ്പോഴായിരിക്കും. സോ ഹിയർ, സോ ഇൻ ദിസ് ടൈം യു ആർ നോട്ട് കണക്ടിങ് എനി
load resistance here. Let I be the short circuit current, the maximum current flows through the circuit. During this time, you are connecting a resistance between N. നിങ്ങൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നു. So the scenario is different. ഇപ്പൊ നിങ്ങൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ I എന്ന് പറയുന്ന കറണ്ട് ഇവിടെ എത്തുമ്പോൾ അത് നോക്കും. സീൻ ടു പാത്ത്, രണ്ട് പാത്ത് വരുന്നുണ്ട്. ഒന്നുകിൽ അത് ഇവിടെ കൂടെ ഒഴുക, അല്ലെങ്കിൽ അതിന് ഇവിടെ കൂടെ അല്ലെ. നേരത്തെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത സമയത്ത് ആർ എന്ന് പറയുന്ന കമ്പോണന്റിന്റെ എഫക്ട് ഇല്ല. ആറിന് പാരലായിട്ട് ഷോർട്ട് സർക്യൂട്ട് പോകുന്ന പറഞ്ഞാൽ ആറില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ ഇത് മാക്സിമം കറണ്ട് കിട്ടി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ I എന്ന് പറയുന്ന കറണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് രണ്ട് പാത്ത് അത് എടുക്കും. ഒന്ന് ആറിൽ കൂടി എടുക്കും, I1. മറ്റേത് ഷോർട്ട് സർക്യൂട്ട് ആമിൽ കൂടി I2 എന്ന് പറയുന്ന കറണ്ട് ഒഴുകും. So this is R. So you can see I divides into two branches. So this is a branch. So these are the two arms. രണ്ട് ആം ഉണ്ട്. ഫസ്റ്റ് ആം I1 ൽ കൂടി ഒഴുകുന്നു. ആ ഫസ്റ്റ് ആമിൽ ആരാ ഉള്ള റെസിസ്റ്റൻസ്? ഇന്റേണൽ റെസിസ്റ്റൻസ് ആണുള്ളത്. അതിൽ കൂടി ഒഴുകിയ കറണ്ട് I1 ആണ്. സെക്കൻഡ് ആമിൽ ക്യാപിറ്റൽ R ആണുള്ളത്. അതിൽ കൂടി ഒഴുകുന്ന കറണ്ട് I2 ആണ്. നമുക്ക് വേണ്ട ഉദ്ദേശം എന്താ? ഈ I2 എന്ന് പറയുന്ന കറണ്ട് ആരായിരിക്കണം? I ആയിരിക്കണം. നിങ്ങൾക്ക് ലോജിക്കലി ഇവിടെ ചിന്തിച്ച് എന്താ മനസ്സിലാവുന്നത്? ഈ I എന്ന് പറയുന്ന കറണ്ട് മാക്സിമം ആറിൽ കൂടി ഒഴുകണം എന്നുണ്ടെങ്കിൽ ഈ സ്മോൾ ആറിന്റെ വാല്യൂ എത്ര ആയിരിക്കണം? കൂടുതലായിരിക്കണം. സ്മോൾ ആറിന്റെ വാല്യൂ എത്രത്തോളം കൂടുവോ അത്രയും കുറച്ച് കറണ്ട് മാത്രമേ ഇതിൽ കൂടി ഒഴുകും. ബാക്കി മുഴുവൻ കറണ്ട് എന്തിലേക്ക് ഒഴുകുള്ളൂ? ആറിൽ കൂടി ഒഴുകുള്ളൂ. ഇത് ലോജിക്കൽ എക്സ്പ്ലനേഷൻ. പക്ഷെ നമ്മൾ അത് പ്രൂവ് ചെയ്യണം. ദിസ് R is very large in the case of ideal current source, or the internal resistance of an ideal current source is very large എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. For that, first write one side. What is the total current? Total current equal to I1 plus I2. First ആമിൽ കൂടി ഒഴുകിയ കറണ്ട് പ്ലസ് സെക്കൻഡ് ആമിൽ കൂടി ഒഴുകിയ കറണ്ട്. നമുക്ക് വേണ്ടത് we just want to know what is the current flowing in the second arm in terms of the total current. I2 in terms of I നമ്മൾ എഴുതണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. So I equal to I1 plus I2. Also this R and small r and capital R are connected in parallel manner. രണ്ടും എന്തിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? പാരലൽ കോമ്പിനേഷൻ ആണ്. So the voltage across small r must be equal to voltage across capital R. സ്മോൾ ആറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആർക്ക് ഈക്വൽ ആയിരിക്കും? ക്യാപിറ്റൽ ആറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ യു കൻ സേ വാട്ട് ഈസ് ദ വോൾട്ടേജ് അക്രോസ് സ്മോൾ ആർ? സ്മോൾ ആറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്താണ്? I1R. കറന്റ് ഇൻടു റെസിസ്റ്റൻസ് must be equal to I2 into capital R. Current into resistance. I1 small r is equal to I2 capital R. So what is I1 by I2? I1 by I2 എന്തായിരിക്കും? It is capital R by small r. നമ്മളുടെ ഉദ്ദേശം ഞാൻ പറഞ്ഞു. We just want to write I2 in terms of capital. അപ്പോൾ ഇതിൽ എങ്ങനെയെങ്കിലും നമുക്ക് ഒരു ക്യാപിറ്റൽ I കൊണ്ടുവരണം. ക്യാപിറ്റൽ I കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? I1 plus I2 വരണം. എങ്കിൽ മാത്രമേ എക്സ്പ്രഷൻ ആര് വരത്തുള്ളൂ? ക്യാപിറ്റൽ I വരത്തുള്ളൂ. അങ്ങനെ ഒരു ഫോം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡിലും 1 ആഡ് ചെയ്യും. ഇറ്റ് മീൻസ് 1 പ്ലസ് I1 പ്ലസ് I2 1 പ്ലസ് ക്യാപിറ്റൽ R ബൈ സ്മോൾ. 1 പ്ലസ് I1 ബൈ I2 or 1 പ്ലസ് ക്യാപിറ്റൽ R ബൈ സ്മോൾ. എൽസിഎം എടുത്ത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ ന്യൂമറേറ്റർ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് I1 പ്ലസ് I2. I1 പ്ലസ് I2 ന് വരെ നിങ്ങൾക്ക് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? I എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനു വേണ്ടി മാത്രമാണ് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ യൂസ് ചെയ്തത്. സോ ജസ്റ്റ് ടേക്ക് ദ എൽസിഎം I1 plus I2 which is I divided by I2, and that one is equal to 1 plus capital R by small r. 1 plus capital R by small r. So what is capital I? Or what is capital I2 in terms of I? നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ക്യാപിറ്റൽ I2 in terms of I നിങ്ങൾക്ക് എഴുതാൻ പറ്റും. So that you can say this I2 equal to I divided by 1 plus capital R by small r. Very good. So you got I2 equal to capital I by 1 plus capital R by small r. നമുക്ക് വേണ്ട എന്താണ്? I2 ആരാകണം? I ആകണം. I2 I ആകാൻ ഇതിൽ എന്ത് ചെയ്താൽ മതി? R 0 ആക്കിയാൽ മതിയാവോ? So that it becomes infinity. So that 1 by infinity it becomes 0. അപ്പോൾ R 0 ആക്കിയാൽ ഇവിടെ നടക്കത്തില്ല.
അപ്പം ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന്റെ കണ്ടീഷൻ എടുത്ത് നമുക്ക് ആരെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഐഡിയൽ കറണ്ട് സോഴ്സിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ബട്ട് ഇഫ് യു പുട്ട് ആർ ഈക്വൽ ടു ഇൻഫിനിറ്റി, നിങ്ങൾ ഇന്റേണൽ റെസിസ്റ്റൻസ് വെരി ലാർജ് വാല്യൂ എടുക്കുന്നു. ഐഡിയലി ഇഫ് യു ടേക്ക് an infinite resistance, what happens to r by infinity? It is r by infinity, it is 0. അല്ലേ? If you take r equal to infinity, if you take small r, internal resistance equal to infinity, capital R by small r എന്ന് പറയുന്നത് 1 capital R by infinity ആവും, which is 0 ആവും. So that I by 1 plus 0, so that you will get I2 equal to I. So this is the condition. So in this condition, we proved that if you want to say that a current source is an ideal current source, or if you want to, if a current source need to supply a constant current source, constant current, its internal resistance should be infinity, or its internal resistance should be very large. This is the condition for an ideal current source. അപ്പോൾ ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന് എന്തായിരുന്നു? ഇന്റേണൽ റെസിസ്റ്റൻസ് മിനിമം ആയിരുന്നു. ഐഡിയൽ കറണ്ട് സോഴ്സിന് എന്താണ്? ഇറ്റ് ഈസ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഷുഡ് ബി മാക്സിമം, ഓർ ഇന്റേണൽ റെസിസ്റ്റൻസ് ഈസ് ഇൻഫിനിറ്റി ആണ് ഐഡിയൽ കറണ്ട് സോഴ്സ്. So the current through the load resistance is same as the current produced by the source, and it is independent of the load resistance, and such a current source is called ideal current source, and the internal resistance for the ideal current source is infinity. ഇത്രയേ ഉള്ളൂ ഐഡിയൽ വോൾട്ടേജ് സോഴ്സും ഐഡിയൽ കറണ്ട് സോഴ്സും. ഇനി ഇതിലൊരു ചെറിയൊരു കാര്യമുള്ളത്, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സർക്യൂട്ട് തിയറിയിൽ പലപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതേപോലെ ബ്രാഞ്ചസ് വരും. ബ്രാഞ്ച് കറണ്ട് കണ്ടുപിടിക്കേണ്ട ഒരു വസ്തുത വരും. So if you saw this is a branch, so you can see two arms, one arm which includes capital resistance capital R, another arm it included the internal resistance small r. So if here you want to find out what is the expression of current in one arm, ഒരു കറണ്ട്, ഒരു ആമിലുള്ള ഒരു കറണ്ട് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ there is a general formula. നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതേപോലെയൊക്കെ എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. So there is a general formula. Branch current in one arm, branch current in one arm equal to branch current in one arm equal to. അപ്പോൾ ഇവിടുത്തെ branch current നമുക്ക് ഏതാ വേണ്ടത്? I2 ആണ് നമ്മുടെ branch current. It is equal to, the general formula is main current into അതായത് ടോട്ടൽ കറണ്ട് ഇൻറ്റു അതർ റെസിസ്റ്റൻസ്. ഏതാമാണോ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആമിലുള്ള റെസിസ്റ്റൻസ്, അതാണ് ഈ അതർ റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതർ റെസിസ്റ്റൻസ് divided by other resistance divided by total branch resistance divided by total resistance അല്ല, ആ ബ്രാഞ്ചിലുള്ള total resistance. So this is a explanation of branch current in one arm, which must be equal to main current into other resistance divided by total branch resistance. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, നമുക്ക് വേണ്ടത് I2 ആണ്. So this is the branch current in one of the arms. So I2 equal to, what is the main current? Main current means the total current in the circuit. So total current is I ആണ്, I1 I2 I2 ആയിട്ട് മാറുന്നത്. So I into, what is the other resistance? I2 എന്ന് പറയുന്നത് R ൽ കൂടിയാണ് ഒഴുകിയത്. So the other resistance is small r divided by total branch resistance. ഈ ബ്രാഞ്ചിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് ഇറ്റ് ഈസ് സ്മോൾ ആർ പ്ലസ് ക്യാപിറ്റൽ ആർ. ആ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ ആർ പ്ലസ് ക്യാപിറ്റൽ. യു ഗെറ്റ് I2 ഈക്വൽ ടു I ഇൻറ്റു സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ. അതല്ലേ ഇവിടെ കിട്ടിയത്, നോക്കിക്കേ. I2 ഈക്വൽ ടു I, ഇവിടെ നിങ്ങൾ LCM എടുത്ത് എന്ത് കിട്ടും? ക്യാപിറ്റൽ ആർ പ്ലസ് സ്മോൾ ആർ ബൈ സ്മോൾ ആർ. ഡിനോമിനേറ്ററിലേക്ക് പോയാൽ I into small r divided by small r plus capital R. ഈ എക്സ്പ്രഷൻ തന്നെയാണ് അല്ലേ? മുകളിലും താഴെയും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നേ ഉള്ളൂ? R കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദിസ് എക്സ്പ്രഷൻ. സോ ഇത് നിങ്ങൾ പലപ്പോഴും പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കണം. ഇവിടത്തേക്കല്ല ഞാൻ പറഞ്ഞത്, പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത് വരും. ബ്രാഞ്ച് കറണ്ട് പല സമയങ്ങളിൽ നിങ്ങൾക്ക് ഇതേപോലെ ബ്രാഞ്ച് കറണ്ട് കണ്ടുപിടിക്കേണ്ടി വരും.
അത് ഒരിക്കലും നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് യൂസ് ദിസ് ഫോർമുല ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ ജാം എക്സാംസ് ആൾസോ. പല കോമ്പറ്റീഷൻ എക്സാംസിന് യു ക്യാൻ യൂസ് ദിസ് ഫോർമുല. സോ വൺ ഓഫ് ദി ട്രിക്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ സർക്യൂട്ട് തിയറി. ഒരു ബ്രാഞ്ച് കറണ്ട് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ കറണ്ട് ഇൻറ്റു അതർ റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ ബ്രാഞ്ച് റെസിസ്റ്റൻസ്. So hope you understand what are ideal voltage sources and ideal current sources. Thank you.